ഗൈസ്, ഞാനപ്പോൾ ഒരു കാര്യം പറയാമെന്നാണ്. ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരെണ്ണമുണ്ട്, മേജോ FK. പക്ഷെ ഒരു കാര്യമുണ്ട്, ലൈക്കും ഇല്ല, ഷെയറും ഇല്ല, കമൻറ്റും ഇല്ല, ബെൽ ബട്ടൺ കൊടുത്തല്ല, സബ്സ്ക്രൈബും ഇല്ല, ഒന്നുമില്ല, ഒരു മാങ്ങാത്തുരിയില്ല. ഇതിങ്ങനെ വീഡിയോ നല്ല വീഡിയോ ഇടുന്നുണ്ട്, ഫോട്ടോസ് ഇടുന്നുണ്ട്. യൂബർ ഓർഡറാണ്. അപ്പോൾ യൂബർ ഓർഡറിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ വീഡിയോ സെറ്റാക്കുന്നത്. പക്ഷേ വീഡിയോ സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്ത സാധനങ്ങളൊന്നും അതിലില്ല. എന്നാലേ ഞാനിടുന്ന വീഡിയോയിൽ അത്യാവശ്യം നല്ല വീഡിയോ എന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ അത് എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പോൾ ഇന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അയില വാഴയിലെ പുതപ്പിച്ചുള്ളൊരു പരിപാടിയാണ്. അപ്പം ഇതിന് ഓട്ടം കുറവായിരുന്നു. അത് കാരണം ഒരിത്തിരി കറിക്ക് വീട്ടിലേക്ക് മേടിച്ചപ്പോൾ എന്നാൽ പിന്നെ അയില പുതപ്പിക്കാമെന്ന് വിചാരിച്ച് അയില മേടിച്ച് അങ്ങോട്ട് പുതപ്പിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അയില വാഴയിലയിൽ പുതപ്പിക്കാം. നമുക്ക് അയില വെട്ടി കഴുകി കുട്ടപ്പനൊക്കെ എടുക്കാം. അയില പുതപ്പിക്കാനായിട്ട് ചുമന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പച്ചക്കുരുമുളക്, തൈര്, തേങ്ങ, മസാലയായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ എല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. മസാല നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അരച്ചെടുക്കുന്ന മസാലയിലേക്ക് ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം. അധികമൊന്നും വേണ്ട, ഒരു 2 സ്പൂൺ. സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് വാഴല വാട്ടിയെടുക്കണം. ഇതുപോലെ വാട്ടിയെടുത്താലേ നമുക്ക് ഇവനെ പൊതിയാൻ പറ്റുള്ളൂ. ഇളയ വാഴല എടുത്താട്ടാ, വിചാരിക്കണ്ട. വേറെ വാഴല മൂത്ത വാഴയൊക്കെ ഭയങ്കര പൊക്കം കൂടുതലാണ്. ഇളയത് നോക്കി എടുത്തത്. അപ്പോൾ ഇതുപോലെ വാട്ടിയെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ ലൈക്കും ഷെയറും കമൻറ്റൊന്നും കിട്ടണില്ല. ആ ഒരു സങ്കടത്തിലാണ് ഞാൻ. എന്താണെന്ന് ആലോചിച്ചിട്ടൊരു പിടുത്തമില്ല. അത്യാവശ്യം നല്ല വീഡിയോസ് ഇടണമുണ്ട്, പക്ഷേ എന്തോ. ഇതുപോലെ വാഴല വാട്ടിയെടുക്കുക. ഇതുപോലെ വാഴല കട്ട് ചെയ്യുക, അതിലേക്ക് ഇങ്ങനെ വെക്കുക. അതിലേക്ക് അടിച്ചു വെച്ചേക്കുന്ന മസാല ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് ഇത്തിരി അകത്തൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. വയറ്റിനായിട്ടൊക്കെ ഇത്തിരി ഇറക്കി കൊടുക്കണം. ഇത്തിരി മസാല എടുക്കുക, അകത്തേക്ക് ഇറക്കുക. എന്നാലല്ലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇതുപോലെ മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഇവരൊന്ന് മറിച്ചിടണം. മറിച്ചിട്ടിട്ട് ഒരു സ്പൂണ് മസാലയും കൂടി അതിൻ്റെ മേളിൽ ഇങ്ങനെ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇവനെ കെട്ടിയെടുക്കാം. കെട്ടാനായിട്ട് നമുക്ക് ഈ വള്ളിയേനെ എടുക്കാം. അതാകുമ്പോൾ കെട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം കെട്ടിയെടുക്കാം. ചട്ടി വെച്ച് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് ഇറക്കി കൊടുക്കാം. കെട്ടിൻ്റെ വശം നോക്കണം, അടിവശം നോക്കണം. അടിവശമാണ് വെക്കേണ്ടത്, മടക്ക് വശം മേളിൽ വന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടക്കുള്ളൂ. ഒരു 5 അയിലെടുത്ത് മസാല തേച്ച് കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തുറന്നിരുന്ന് വേഗട്ടെട്ടാ. അത്യാവശ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചോ, വാഴ കരിഞ്ഞാലും കുഴപ്പമില്ല. എന്നാലും ആ ഒരു ഫ്ലേവർ കൊടുത്തേക്ക് വരുള്ളൂ. അപ്പോൾ വാഴലിൽ പുതപ്പിച്ചെടുത്തത് നോക്കി നമുക്ക് റെഡിയായിട്ടുണ്ടാകും നോക്കാം. സംഭവം വാഴയിലൊക്കെ കരിഞ്ഞ് വന്നിട്ടുണ്ട്. സെറ്റായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. നമുക്ക് തുറന്ന് നോക്കാം. ഒരെണ്ണം നമുക്ക് എടുത്തിട്ടേ തുറന്ന് നോക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്. അയില പുതപ്പിച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
അപ്പോൾ അതിൻ്റെ പതിപ്പിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ഭയങ്കര കുറവാണേ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ.